മകുടി ഊതിയിട്ട് വിളിക്കുന്നതാണ്. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ഈവനിങ് റുട്ടീനാണ് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ നിങ്ങൾ നോക്കിയ വണ്ടി ഓടിച്ചിട്ട് ടാൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് പലപ്പോഴും മുഖത്ത് സൺസ്ക്രീൻ ഇടാൻ ഇഷ്ടമാണ്, പക്ഷേങ്കിൽ തീർന്നു പോലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയ്യുമ്പോൾ ഇടാതെ ഇപ്പോൾ നോക്കിയ വണ്ടി ഓടിച്ചിട്ട് നല്ല പോലെ ടാൻ ആയിട്ടുണ്ട്. ഇനി മുതൽ ഇടണം. അപ്പോൾ ഇന്നൊരു ഈവനിങ് റുട്ടീനാണ്. ഒപ്പം നമ്മുടെ അനിയത്തി ഉണ്ട് കേട്ടോ. ഇവളെ ഞാൻ കുറേ നാളായി ഇവിടേക്ക് വിളിച്ച് വരുത്തണം, ഇവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, ഞങ്ങളുടെ കൂടെ കിടന്നുറങ്ങണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. എന്താ സംഭവം എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പം ഞാനും അനിയത്തിയൊക്കെ കൂടെ പോയിട്ട് അരിയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. കാരണം ഇവള് നിൽക്കാൻ വരുമ്പോൾ കുറച്ച് നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുക്കണമല്ലോ. നമ്മളിങ്ങനെ പരിപ്പ് കുത്തി കാച്ചിത് കൂട്ടുന്ന പോലെയല്ലല്ലോ, ഇവള് ആദ്യമായിട്ട് വന്ന് നിൽക്കുന്നതല്ലേ. അപ്പം നല്ല സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് കുറച്ച് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ട് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കുവിനൊരു സൈക്കിളുണ്ട്. അതുമ്മ കറങ്ങലാണ് കുക്കുവിൻ്റെ ഏറ്റവും മെയിൻ പരിപാടി. ഇവിടെ വരുന്നതേ അതുമ്മ കറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ വീണ് കിടക്കുന്നത് ഞങ്ങളുടെ വണ്ടി തട്ടിയിട്ടൊന്നല്ല, തന്നെ വീണതാണ്. ഇത്തിരി സ്പീഡ് കൂടുതൽ അച്ഛൻ്റെ അല്ലേ മോൻ അങ്ങനെയല്ലേ അങ്ങനെ തന്നെയല്ലേ വരും. അപ്പം ഞങ്ങൾ വീണ്ടും ഒരു കടയ്ക്ക് പോകണ്ടായിരുന്നു. അതുവരെ അമ്മേനല്ല കുക്കുവിനെ അമ്മയുടെ അടുത്ത് നിർത്തിയിട്ട് ഞങ്ങൾ കടയ്ക്ക് പോയി തിരിച്ച് വരുമ്പോൾ കുക്കുവിനെ എടുത്തിട്ട് വന്നു കേട്ടാ. കുക്കുവിന് എന്നിട്ട് മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞിട്ട് അനിയത്തി എന്തോ മാങ്ങാൻ്റെ ഡിസൈനുള്ള മാങ്ങാൻ്റെ ഡിസൈനാണ് ഞങ്ങളുടെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് എന്തോ ഒരു മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങളങ്ങനെ പാലൊന്നും കുടിക്കാറില്ല, പക്ഷെ പാൽക്കാപ്പി കുടിച്ചാൽ പിന്നെ എനിക്ക് പാലിനോട് ഇത്തിരി ഇഷ്ടം കൂടി തുടങ്ങിയിട്ടാ. അത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ ഈ ചായ കുടിക്കുന്നത് വെറും വയറ്റിലാണ്. അതായത് കാലത്ത് തൊട്ടിട്ട് ഇതുവരെ, അതായത് ഒരു 4:30 വരെ ഒരു ഭക്ഷണം പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾ സത്യത്തിൽ കുടിച്ചിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാരണമുണ്ട്, അത് പിന്നെ പറയാം. ഇനി ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണം ഉണ്ടെന്നുള്ളത്. അതായത് ഞങ്ങളുടെ അമ്മ മരിച്ചു പോയിട്ടോ. അതിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ ആണിത്. അമ്മ ഞങ്ങളുടെ വീട്ടിലുണ്ട്, അമ്മമ്മ വല്യമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ അമ്മയ്ക്ക് നിൽക്കാൻ പറ്റാത്ത കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അമ്മ നമ്മുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അനിയത്തിയുടെ കുട്ടിയും ഹസ്ബൻഡും ഒന്നും എന്താ അന്ന് വരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് നാലമ്പലത്തേക്ക് പോകാനുള്ള നോയമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരത്താണ് ഞങ്ങൾക്ക് പെല വന്നത്. അപ്പോൾ ആ ഒരു നോയമ്പും കാര്യങ്ങളും മുടങ്ങണ്ടെന്ന് വെച്ചിട്ട് അവൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്, അമ്മയുടെ അടുത്തേക്കാണ് വന്നത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ്, കാരണം അവൾ ഇതുവരെ ഇവിടെ നിന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോരാത്തിന് ഇവളുടെ ഉണ്ണി വെള്ളം കാണാണ്ടേ നിന്നോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ണിനെയും കൊണ്ടുവരാതിരുന്നത്. എന്താ പറ്റി? നീ നിന്റെ വീട്ടിലല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പോലും ഇതൊന്നും ചെയ്യാറില്ലല്ലോ. എന്താ പറ്റി? ഇതെന്തൊരു മറിമായം, പണിയെടുക്കണ്. അല്ല, നിനക്കെന്ത് പ്രാന്തിണ്ടാ? എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കാണ്. മണിക്കുട്ടി വൃത്തിയാക്കി എന്ന് അറിഞ്ഞോണ്ടാണോ എന്നറിയില്ല, കുക്കു ഇതേ ഒരു സൈഡിൽ നിന്ന് കളർ പെൻസിലൊക്കെ പരത്താനായിട്ട് തുടങ്ങുന്നുണ്ട്. ഞാനാണെങ്കിൽ ഉപ്പേരിക്കുള്ള ബീൻസ് അരിയാന്ന് വിചാരിച്ചു. രാത്രി സാമ്പാറും ബീൻസ് ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസത്തേക്ക് അപ്പോൾ സാമ്പാർ നീട്ടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരത്തെ എനിക്ക് ചാറ് കറി വെക്കണ്ടല്ലോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ കുറച്ച് ഓർമ്മകൾ നമുക്ക് അയവറക്കാം. പണ്ട് മണിക്കുട്ടിക്ക് ഇതുപോലെ ഒരു പുസ്തകം ഉണ്ട്. ആ പുസ്തകത്തിൽ ഇങ്ങനെ കുറേ പാട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കി പാട്ട്. പിന്നെ ഒരു ബന്ധി ഇവള് ഒരു കസാരയില് പാമ്പായിട്ടുള്ള കൂടെ കറങ്ങുമ്പോ പോയി. പണ്ട് ഇതുപോലെ ഇവിടെ ഉണ്ടാക്കിയിട്ട് പാട്ട് പാടിയിട്ട് പാമ്പ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഉമ്മർത്ത് ഇങ്ങനെ ഒരു കസാര ഉണ്ട്, ഒരു വൈറ്റ് കസാര. അല്ല, ഞാൻ പറയാം, പണ്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് കളിക്കുക. ഇവള് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പാടിയോണ്ടിരിക്കുക. ഏതൊക്കെയോ വരികള് ഏതൊക്കെയോ ട്യൂണിൽ ഇങ്ങനെ ചെറുപ്പത്തില് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ അല്ലെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ പാടി 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 പിള്ള കസാരയുടെ ചുറ്റും പിന്നെ പാമ്പ് വന്നു തുടങ്ങി. പാമ്പിന്റെ വിചാരം എന്താണെന്നറിയോ? മകുടി ഊതിയിട്ട് വിളിക്കുന്നതാണ്. അങ്ങനെ പാമ്പ് എന്നിട്ട് ഇവള് കസാരയുടെ മുകളിൽ ഇവൾക്ക് ഓടാൻ പറ്റണ്ട. അയ്യോ എന്ന് പറഞ്ഞിട്ട് റോസി മാമ വന്നു അല്ലേ, അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട്. പാമ്പ് എന്നൊക്കെ നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ പണ്ടേ ഇവളെ അടുത്ത് ഞാൻ എന്താ പറയാൻ പോണെന്ന് ഗസ് ചെയ്യാൻ പറ്റും? അതല്ല അടുത്തത് ഇവളുടെ വേറൊരു ഇത് ഞാൻ പറഞ്ഞതായിട്ട് ഗസ് ചെയ്യും. മുരിങ്ങയുടെ കൊമ്പ് കയറി ഇരുന്നിട്ട് അതല്ല ഏറ്റവും ഫേമസ് ആയ ഒരു സംഭവം സവാള അതന്നെ ഇവളെ ഞങ്ങള് അമ്മ പണ്ട് മുതലേ ഇങ്ങനെ പണിക്ക് പോകും. ഞാൻ ചെറുപ്പത്തിലേ പണിക്ക് പോകും. അപ്പൊ അമ്മ ഞങ്ങളെ മുടിയൊക്കെ കെട്ടി തന്നിട്ട് പെട്ടെന്ന് പണിക്ക് പോകും. ഞങ്ങൾക്ക് മുടിയൊന്നും കെട്ടാറിയില്ല. ഒരു 10ാം ക്ലാസ് വരെ അമ്മ തന്നെയാണ് മുടിയൊക്കെ കെട്ടി തന്നേക്കുന്നത് കേട്ടാ. അപ്പൊ അങ്ങനെ അമ്മ എന്താ പറയാ പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോ കൂട്ടാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കൂട്ടാനാണെങ്കിൽ ഞങ്ങൾ തന്നെ സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ഞങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വാട്ടിട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരു ഇവള് കട്ട് ചെയ്ത് തരും, ഞാൻ കുക്ക് ചെയ്യും. അന്നും ഞാൻ തന്നെ കുക്കിങ് കിട്ടാം.
അപ്പോൾ ഇവള് എന്താ പറയാ കണ്ണെരിയാതിരിക്കാൻ വേണ്ടിയിട്ട് സവോള ഇവള് ചെവിട്ടിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവള് ചെവിട്ടിലൊരു സവോളയുടെ കഷ്ണം വെച്ചിട്ട് അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചോറം കൊണ്ട് സ്കൂളിലേക്ക് നടന്നു പോയി സ്കൂളിന്റെ പടി വരെ ഇവള് ചെവിട്ടിൽ ഈ സവോള ഉണ്ട്, നമ്മളത് കാണണില്ല കേട്ടോ. അങ്ങനെ ഇവള് ഈ ക്ലാസ്സിക്ക് തിരിയുള്ളൂ, ഞാൻ എൻ്റെ ക്ലാസ്സിക്ക്, രണ്ടുപേരും ക്ലാസ് അപ്പുറത്താ. തിരിഞ്ഞ് പോകുമ്പോഴാണ് ഇവള് ചെവിട്ടിൽ സവോള അങ്ങനെ. പിന്നെന്താണ്, ഇതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ വീട്ടിലിങ്ങനെ ഇരിക്കുക കേട്ടോ. ഞങ്ങളുടെ പണ്ടത്തെ കുറച്ച് ഓർമ്മകളായ വർക്കാന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീട്ടിലിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവള് എലി 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 എന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ ഓടി. എലിയല്ല പല്ലീനെ കണ്ടിട്ടാ തെറ്റിപ്പോയത് ആൾക്ക്. അയ്യോ പല്ലി എന്ന് പറയാൻ പോരാ, അയ്യോ എലി എലി പറഞ്ഞു ഞങ്ങളൊക്കെ ഇവിടുന്ന് ഓടന്നെ. അങ്ങനെ ഉണ്ടായിട്ട് പിന്നെ ഇതുപോലെ അപ്പുറത്തെ വീട്ടില് പ്രാതത്തിനെ കണ്ടിട്ട് അങ്ങനെ ഓടിയിട്ട് പോയി. കാലിടിച്ചിട്ട് നഖത്തിന്റെ സാധനമൊക്കെ. ഞങ്ങക്ക് പ്രായത്തിന്റെ പണ്ട് ഭയങ്കര പേടിയായിരുന്നു. പഴയ വീട്ടില് ഞങ്ങക്ക് 2 വീടുണ്ട്, ഇപ്പോഴും ഉണ്ട് 2 വീട്. പ്രായത്തിന്റെ കാര്യം പറഞ്ഞ പോയിക്ക് ഒരാളെ ഓടി വന്നേക്കണോക്കെ. അപ്പൊ ഞങ്ങളുടെ പഴയ വീട്ടിലിരുന്ന് ഞങ്ങള് സിനിമ കാണാം. അപ്പൊ പുതിയ വീട് ഇങ്ങനെ പണിയുന്നുണ്ടല്ലോ. അപ്പൊ പണിത്തിരക്കിൽ അച്ഛനമ്മ അവിടെ ഇരിക്കുക. ഞങ്ങളിങ്ങനെ അന്നത്തെ സമയത്ത് ഈ മുകളില് പൂച്ചകളോടും ആ സൗണ്ട് കേട്ടിട്ട് ഞാന് പേടിച്ചിട്ട് ഓട്ടുമ്പോൾ പിന്നാലെ ഓടി വന്ന മോട്ടറിന്റെ പൈപ്പ് തട്ടിട്ട് ഇവള് തെറിച്ചിട്ട് നഖം പോകുന്നുണ്ടായിരുന്നു അവളുടെ. എന്നിട്ട് എനിക്ക് ചീത്ത, ഞാൻ കാരണമാണ് അവള് വീട് പറഞ്ഞിട്ട്. അല്ലെങ്കിലും പണ്ട് മുതലേ ഈ താഴെയുള്ളവർക്ക് എന്തെങ്കിലും പറ്റിയ മൂത്തോർക്കാണ് ചീത്ത വെക്കുക. അല്ലല്ല നിലവിളക്കൊണ്ട് കുത്തിയിട്ടെ ഞങ്ങളുടെ പഴയ പുതിയ വീടിന്റെ കുറ്റൂശയുടെ അന്ന് ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഓരോന്ന് കൊണ്ടുവന്ന് തരൂലോ. അപ്പൊ പൊട്ടിച്ചു നോക്കാനുള്ള എക്സൈറ്റ്മെന്റ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇതേവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഓരോരുത്തർ ഗിഫ്റ്റ് കൊണ്ടിരുന്നതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു നോക്കാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് കിട്ടാ. അടുത്തുള്ളവർ തന്നെ, പിന്നെ കുറച്ച് റിലേറ്റീവ് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്നും ഈ വീടിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ടൈലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പകുതി പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു നിലവിളക്ക് കിട്ടി ഗിഫ്റ്റ് ആയിട്ട്. വിളക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പകുതി പീസായിട്ട് അത് ഫിറ്റ് ചെയ്യണം. അങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് അമ്മയ്ക്ക് കാട്ടി കൊടുക്കാനുള്ള ധൃതിയിൽ ഞാൻ പറഞ്ഞു ഞാൻ കാട്ടി കൊടുക്കാന്ന്. അപ്പൊ ഇവള് പറഞ്ഞു ഇവള് കാട്ടി കൊടുക്കാന്ന്. അങ്ങനെ പിടി വലിയ ഇവൾക്ക് കാട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് എന്റെ വയറ്റിലൊരു ഒറ്റ കുത്ത. എനിക്ക് ശ്വാസം കിട്ടാണ്ടേ. എനിക്ക് പണ്ട് മുതൽ ആരോഗ്യം കുറവാണല്ലോ, ശ്വാസം കിട്ടാണ്ടേ. അപ്പോക്ക് അമ്മ കൂടി വന്നു. അപ്പോക്ക് അച്ഛമ്മ പറഞ്ഞു പിന്നെ ഇവള് വയറ്റിൽ കുത്തി, നെഞ്ഞത്ത് വിളക്കൊണ്ട് കുത്തി. അങ്ങനെയൊക്കെ എന്നിട്ട് ഇവളെന്തുണ്ടായിന്നറിയാം, അമ്മ പിടിച്ചിട്ട് ഞങ്ങൾക്കൊരു പഴയൊരു റൂമുണ്ട്. ആ റൂമിൽ നിറച്ച അടക്കയുടെ തൊണ്ടുകളാ. അമ്മ ഇങ്ങനെ അടുപ്പ് കത്തിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന തൊണ്ടുകളാ. ഇവിടുത്തൊരേറ ഇപ്പോഴും അത് അച്ഛൻ പറഞ്ഞു ചിരിക്കാറുണ്ട്. പണ്ട് നിന്നെ അടക്കാ ചാക്കിൽ കയറുന്നത് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അടക്കാ ചാക്കിന്റെ ഷേപ്പ് ഉണ്ട് വിളിക്കുക അല്ലേ. കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പറഞ്ഞു കേട്ട് നിങ്ങൾക്ക് സത്യത്തിൽ ബോറടിച്ചിട്ടുണ്ടാവൂലേ. അപ്പം അങ്ങനെ ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കി, ബീൻസ് ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ ഇവൾക്കൊരു മാങ്ങാച്ചാറ് വേണമെന്ന് പറഞ്ഞിട്ട് അതും മേടിച്ചു കൊണ്ടുവന്നു. സാമ്പാർ ഇവൾ എൻ്റെ അടുത്ത് തേങ്ങ അരയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തേങ്ങ അരയ്ക്കാതെയാണ് വെച്ചത്. എന്നിട്ട് അവൾ കഴിച്ചു നോക്കിയിട്ട് പറയുകയാണ് ഇങ്ങനെയല്ല ഞാൻ സാമ്പാർ ഉദ്ദേശിച്ചെന്നുള്ളത്. പിറ്റേ ദിവസം ഇവൾക്ക് ഈ സാമ്പാർ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമ്പാർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരു ദിവസം ഇരുന്നിട്ട് കൂട്ടുമ്പോഴായിരിക്കും പിറ്റേ ദിവസത്തേക്കാവും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്. വെച്ചപ്പം തന്നെ കഴിച്ചാൽ ടേസ്റ്റ് കിട്ടാറില്ല. അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ കുക്കുവിൻ്റെ സ്കൂളിൽ റെഡ് കളർ ഡേ ഉണ്ട്. അത് ഈ മഴ കാരണം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ അത് നാളത്തേക്കാന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ അതിൽ 2-3 ഞാനൊരു ബൊക്കെ പോലെയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 2-3 ഫ്ലവേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓൾറെഡി കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു ബൊക്കയുടെ ഷേപ്പ് അങ്ങോട്ട് ആയിട്ടില്ല. ഞാൻ ഇൻസ്റ്റാ റീൽസൊക്കെ കണ്ടിട്ടാണ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷേ റീൽസ് കണ്ട പോലെ ആയിരുന്നില്ല, അത്രയ്ക്ക് എളുപ്പമൊന്നും ഇല്ല ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനും കുറച്ചുണ്ടാക്കി, പിന്നെ അവളും ഉണ്ടാക്കി. പിന്നെ ഇത് ആദ്യത്തെ ഉണ്ടാക്കിയ ഇൻട്രസ്റ്റ് ഒന്നും പിന്നെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ഫ്ലവേഴ്സിനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി മടുത്ത്. ഇതൊക്കെ മതി. ഇതിന് പിന്നെ പ്രത്യേകിച്ച് ഗിഫ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ടീച്ചർ ഇങ്ങനെ സമ്മാനം, ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ഒന്നുമില്ല. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ഇടുന്നു ഗൈസ്.
കുക്കുവിന് ഇവിടെ കിടക്കണമെന്നുണ്ട്, അവിടെ കിടക്കണമെന്നുണ്ട്. ഇവിടെ കിടക്കുകയാണെങ്കിൽ അവന്റെ അച്ഛൻ വേണം, അവിടെ കിടക്കുകയാണെങ്കിൽ ഞങ്ങള് വേണം. അതായത് ഹാളാണ് കുക്കുവിന്റെ അച്ഛൻ കിടക്കുന്നത്. വന്നിട്ട് 2 ഡോറിന്റെ നടുവിലായിട്ട് അവിടെ അങ്ങനെ നിക്കുന്നുണ്ട്. ഇവിടെ കിടക്കണോ അവിടെ കിടക്കണോ എന്നുള്ള കൺഫ്യൂഷനില്. അപ്പൊ ഞങ്ങൾക്ക് ഇടുന്നു, പൂവുണ്ടാക്കി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റാ പറയാ ഉദ്ദേശിച്ച്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.